Oh, look at the moon. Oh, look at the moon. She is shining up there. She is shining up there. Oh, mother, she looks Oh, mother, she looks like a lamp in the air. like a lamp in the air. Indian is wanted by the headmistress. Oh, mother, she looks Oh, mother, she looks like a lamp in the air. like a lamp in the air. May I come in, mother? Yes. മോളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഡാഡി ഡ്രൈവറെ അയച്ചിരിക്കുകയാണ്. ഡാഡി എന്താ വരാന്ന് നമുക്ക് ചേട്ടാ? ഡാഡി അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഡാഡി വന്നില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഡാഡി ടൂറിലായിരുന്നു. ഇപ്പോഴെന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. ഡാഡിക്കും മമ്മിക്കും മോളെ ഒന്ന് കാണാനാ. മമ്മിക്ക് എങ്ങനെയുണ്ട്? മമ്മിക്ക് ഇപ്പൊ നല്ല കുറവുണ്ട്. ബിന്ദു പോയി വേഗം ഉടുപ്പ് മാറിയിട്ട് വരും. ഉച്ചയ്ക്ക് മുമ്പ് ചെല്ലണമെന്നാ ഡാഡി പറഞ്ഞത്. ഫാദർ, ഞാൻ ഗാർഡനിൽ നിന്ന് 2-3 റോസാപ്പൂ പറിച്ചോട്ടെ? മമ്മിക്ക് പൂക്കള് വലിയ ഇഷ്ടമാ. മോള് വേഗം പോയി റെഡി ആയിട്ട് വരും. ഞാൻ പൂക്കൾ പറപ്പിച്ചു വെച്ചേക്കാം. മദർ, രാധേ, തോട്ടത്തിന് 3-4 നല്ല റോസാപ്പൂക്കൾ പറിച്ചുകൊണ്ടുവരും. ബിന്ദുമോൾക്ക് കൊടുത്തയക്കാനാ. ബിന്ദുമോളുടെ ഡാഡി അദ്ദേഹം ആശുപത്രിയിലുണ്ട്. ഭാര്യയുടെ നില ഗുരുതരമായതുകൊണ്ട് വെല്ലൂരിൽ നിന്ന് വലിയൊരു ഡോക്ടറെ വരുത്തിയിട്ടുണ്ട്. ആര് നോക്കിയാലും ദൈവം നിശ്ചയിക്കുന്ന പോലെ അല്ലാതെ നടക്കുമോ അത്? മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ മിസ്സസിന്റെ അസുഖം ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. കുട്ടികളാരുമില്ലേ? ഒരു മകളേ ഉള്ളൂ ഡോക്ടർ. അവൾ പുറത്ത് പഠിക്കുകയാണ്. കാലത്തെ കണ്ടീഷൻ കണ്ടപ്പം മോളെ വിളിപ്പിക്കണമെന്ന് ഞാൻ മിസ്റ്റർ മേനോനോട് പറഞ്ഞു. രാവിലെ തന്നെ അവളെ കൊണ്ടുവരാൻ ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. ഡോക്ടർ, 1 മണിക്കൂർ ഇടവിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. വിൽ ട്രൈ യുവർ ബെസ്റ്റ്. യെസ് ഡോക്ടർ. ഡോക്ടർ ജോസഫിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ഡോക്ടറെ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. യു ആർ എ സ്പെഷ്യലിസ്റ്റ്. ടെൽ മീ ഓണസ്റ്റ്ലി ഡോക്ടർ, എന്റെ ഷീല രക്ഷപ്പെടുമോ? മിസ്റ്റർ മേനോൻ, ട്രീറ്റ്മെന്റ് നടത്തേണ്ട ഒരു ഡോക്ടറാണെങ്കിലും ഫലം തരേണ്ടത് ഈശ്വരനാണ്. എന്റെ ഷീല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആട്ടെ, എങ്ങനെയാണ് ഈ അസുഖം തുടങ്ങിയത്? ഡോക്ടർ, ഷീല എന്റെ 2ാമത്തെ ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ശ്രീമോൾ. ശ്രീമോളെ, വരുന്നു ഡാഡി.
Good morning, sir. മോർണിംഗ് മോർണിംഗ്. സാർ, ഞാൻ പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓ, സൗകര്യം പോലെ മതി. വക്കച്ച വരാൻ പറയാൻ. എന്തോ അവരോട് വരാൻ പറയാൻ. ആ ഗുഡ് മോർണിംഗ്. യുവർ നെയിം? ഷീല. യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്? ഡയറക്ടർ ഇവിടെ ഡയറക്ടറി ഒന്നും വേണ്ട വക്കച്ച, താൻ പുറത്തു പോ. ശരിയാണ്. ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് അറിയാം? കുറച്ചൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് സാർ. കുറച്ചായിട്ടൊന്നും അറിയരുത്. ഒന്നുകിൽ പൂർണ്ണമായിട്ടെല്ലാം അറിയുക, അല്ലെങ്കിൽ അറിയാതിരിക്കുക. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സാർ. എവിടെ താമസം? വർക്ക് വുമൻസ് ഹോസ്റ്റലിൽ കൂടാമെന്നാണ് കരുതുന്നത്. അവിടെ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ഇവിടുത്തെ വർക്കെല്ലാം കഴിയും വേഗം മനസ്സിലാക്കിയെടുക്കാം. ബെല്ലടിക്കുന്നതോ? എന്താ എടോ ബെല്ലടിക്കുന്നെന്ന്? വക്കച്ച, ഇവർക്ക് സീറ്റ് കാണിച്ചു കൊടുക്കുക. പോസ്റ്റ് ഇതുവരെ വന്നില്ല സാർ. എടോ, ഇവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ബാബോളെ, ഇതാണ് മോളുള്ള സീറ്റ്. ദൈവം തമ്പുരാനെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നാട്ടെ. മാഡം മുതലാളിയുടെ പുതിയ പി എ ആണല്ലേ? ഏയ്, പായ്പാട്ടുകാരിയല്ല, എന്റെ നാട്ടുകാരിയാ. ഞാൻ കൊണ്ടുവന്നതാ. എടോ, ചെവി കേൾക്കാൻ വയ്യെങ്കിൽ വല്ല ഇയർഫോൺ വാങ്ങിച്ചു നോക്ക്. ടെലിഫോൺ വാങ്ങി വീട്ടിൽ വെക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? അല്ലേ മോളെ? തന്നോടൊക്കെ സംസാരിക്കുന്ന ഞങ്ങളെ വേണം തല്ലാൻ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ നളിനാക്ഷൻ, ഇവിടുത്തെ ക്ലർക്ക്. എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 15 years എക്സ്പീരിയൻസ് ഉണ്ട്. എടോ, താൻ എല്ലാ പെണ്ണുങ്ങളോടും കാണിക്കുന്ന ശൃംഗാരം ഉണ്ടല്ലോ, അത് ഈ പെൺകൊച്ചോട് വേണ്ട. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്ത് പീരിയൻസ് ആയാലും ഈ മുറത്തെ കയറി കൊത്തണ്ടാന്നാ പറഞ്ഞത്. വേണ്ടെങ്കി വേണ്ട. മോളെ, ഇവനൊക്കെ അത് പറഞ്ഞു തരാം, ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വരും. എന്തിനാണെന്ന് അറിയാമോ? പഞ്ചാര അടിക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കിയേ. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ദേ, 2ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റ പാർട്ടിയാ. സംശയം തീർത്തു തരാൻ പോകുന്നു. ചുമ്മാ വല്ല ചെവി കേൾക്കാത്തത്.